എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്? ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ചോദ്യം നിശബ്ദമായി ഉള്ളിൽ ചോദിക്കും. കാരണം ജീവിതം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ പോകാറില്ല. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ വരും, പരാജയങ്ങൾ സംഭവിക്കും, ബന്ധങ്ങൾ തകരും. ചിലപ്പോൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തോടെ ജീവിച്ചിട്ടും ജീവിതം ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ വേദനാജനകമായ പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലുയരും. എന്തുകൊണ്ട് നല്ല മനുഷ്യർ കഷ്ടപ്പെടുന്നു, പക്ഷേ മോശക്കാരായവർ സുഖമായി ജീവിക്കുന്നു? എന്തുകൊണ്ട് ചെറിയ നിരപരാധിയായ കുട്ടികൾ പോലും മരിക്കുകയോ വേദന അനുഭവിക്കുകയോ ചെയ്യുന്നു? എന്തുകൊണ്ട് മനുഷ്യർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിക്കുന്നു? ജീവിതം വെറും യാദൃച്ഛികമാണോ, അല്ലെങ്കിൽ മനുഷ്യ അനുഭവങ്ങളുടെ പിന്നിൽ അദൃശ്യമായ ഒരു നിയമമുണ്ടോ? ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ അലട്ടുന്ന ചോദ്യങ്ങളാണ്. പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് ലഭിക്കാറില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ഈ ചോദ്യങ്ങൾക്ക് കർമ്മ നിയമത്തിലൂടെ മറുപടി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. കർമ്മ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. പല ആഴത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. കർമ്മഫലത്തിന്റെ 6 അടിസ്ഥാനങ്ങൾ, കർമ്മം ആരാണ് ചെയ്യുന്നത്, പുനർജന്മം എങ്ങനെ സംഭവിക്കുന്നു, കർമ്മം ചെയ്യുന്ന 3 ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് 3 വീഡിയോയിൽ നമ്മൾ വിവരിച്ചു. ആ വീഡിയോകൾ കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജനന മരണ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കർമ്മ നിയമത്തിന്റെ ഒരു വിഷയമാണിത്. സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗാമി കർമ്മം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്താകമാനം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ? എന്തുകൊണ്ട് നല്ല മനുഷ്യർക്ക് കഷ്ടപ്പാടുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നല്ല മനുഷ്യർ കഷ്ടപ്പെടുന്നു? ഒരു ദിവസം എൻ്റെ ഗുരുവിനെ ഒരു ഇന്റർഫെയ്ത്ത് ഡിസ്കഷൻ, അതായത് ബഹുമത പണ്ഡിതന്മാരുടെ ഒരു സദസ്സിലേക്ക് ഒരു സംഘടന ക്ഷണിച്ചു. എല്ലാ മതങ്ങളിൽപ്പെട്ട അധ്യക്ഷന്മാരും കാണികളും ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാണികൾ എല്ലാം തന്നെ ടെർമിനൽ ക്യാൻസർ, അതായത് ക്യാൻസറിന്റെ സ്റ്റേജ് 4 എന്ന ഘട്ടത്തിലെത്തിയവരാണ്. അവർക്ക് മുമ്പിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. അവരാണ് ഓഡിയൻസ് ആയിട്ടുള്ളത്. 6 വയസ്സ് മുതൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു. ആ കാണികളെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്, സത്യസന്ധമായും ദൈവവിശ്വാസത്തിലും ജീവിക്കുന്നവരാണ്. എന്നാൽ എല്ലാവരുടെ ഉള്ളിലും നീറുന്ന ഒരു ചോദ്യം ആണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഈ മാരകമായ അസുഖം എനിക്ക് വന്നു? എന്തുകൊണ്ട് നല്ല മനുഷ്യർ ജീവിതത്തിൽ ഇതുപോലെ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു? ആ ചർച്ചയിലെ പാനലിൽ ഉണ്ടായിരുന്നത് ക്രിസ്തു മതത്തിൽപ്പെട്ട 2 അധ്യക്ഷന്മാർ, ജൂത മതത്തിലെ ഒരു റബായ്, ഇസ്ലാം മതത്തിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഇമാം, ഹിന്ദു മതത്തിനെ പ്രതികരിച്ച് ഒരു സന്യാസി, അതായത് എൻ്റെ ഗുരു. എന്നാൽ ഈ ചോദ്യത്തിന് മുൻപിൽ മറ്റ് പല മത അധ്യക്ഷന്മാർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. കാരണം ഇത് സയന്റിഫിക്കലായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ കാണികൾക്കെല്ലാം തന്നെ ആകാംക്ഷയാണ്, എന്തുകൊണ്ട് എനിക്ക് ഇത് ജീവിതത്തിൽ വന്നു, എന്തുകൊണ്ട് നല്ല ആളുകൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു? അവർ ഓരോരുത്തരായി ഇതിന് ഉത്തരം പറയാൻ തുടങ്ങി. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്രിസ്തു മതത്തിലെ കാത്തലിക് നൺ പറഞ്ഞത്, ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു നിഗൂഢതയാണ്. ദൈവത്തിന്റെ മനസ്സ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഉത്തരം കാണികളെ തൃപ്തിപ്പെടുത്തിയില്ല. കാരണം 6 വയസ്സായ കുട്ടിക്ക് ഒരു ക്യാൻസർ കൊടുത്തിട്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. ജൂത മതത്തിന്റെ പ്രതിനിധി പറഞ്ഞത്, ജീവിതം എന്നത് ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചീത്ത എന്ന് ചിന്തിക്കുന്നത് നാളെ നമുക്ക് നല്ലതായി മാറാം. ഈ ഉത്തരവും കാണികൾക്ക് സംതൃപ്തി നൽകിയില്ല. കാരണം ക്യാൻസർ എന്നത് എങ്ങനെയാണ് ഒരു നല്ലതായി തീരുന്നത് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ക്രിസ്ത്യൻ മിനിസ്റ്റർ പറഞ്ഞത്, ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരുന്നത്. ഈ ഉത്തരം കാണികളിൽ ദൈവത്തെ ഒരു അസൂയാലുവായ അയൽക്കാരനെ പോലെ ചിത്രീകരിച്ചു. ഇസ്ലാം മതത്തിന്റെ പ്രതിനിധി പറഞ്ഞത്,
ഇത് നിങ്ങളുടെ കിസ്മത്താണ്. ചീത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് നിങ്ങളുടെ വിധിയാണ്. എന്നാൽ ഈ വിധി ആരാണ് സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയായി. പ്രിയമുള്ളവരെ, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം നൽകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവസാനം എന്റെ ഗുരുവിന്റെ ഊഴമായിരുന്നു. ഗുരു കർമ്മ നിയമങ്ങളെക്കുറിച്ച് ചുരുക്കി കാണികൾക്ക് വിവരിച്ചു കൊടുത്തു. ഈ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പൂർവ്വകാല ജന്മങ്ങളിലെ ചീത്ത പ്രവൃത്തികളുടെ ഫലം, അതായത് പാപഫലമാണെന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ ശിക്ഷയോ നിങ്ങളുടെ വിധിയോ അല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. കർമ്മ നിയമത്തെക്കുറിച്ചുള്ള ഗുരുവിന്റെ വിവരണം കാണികളിൽ ചെറിയ ഒരു ആശ്വാസം കൊണ്ടുവന്നു. ജീവിതത്തിന്റെ ഏത് ദുഃഖത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. കർമ്മ നിയമത്തെക്കുറിച്ചുള്ള ഉത്തരം അവരുടെ അസുഖത്തെ ഭേദപ്പെടുത്തിയില്ലെങ്കിലും നീറുന്ന അവരുടെ മനസ്സിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് 3 തരത്തിലുള്ള കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ കർമ്മം, കർമ്മഫലം, അതിന്റെ പ്രവർത്തനം എല്ലാം ഈ 3 കർമ്മങ്ങളിലാണ് വരുന്നത്. ആദ്യത്തേത് സഞ്ചിത കർമ്മം. നിങ്ങളുടെ എല്ലാ അദൃഷ്ട ഫലങ്ങളുടെയും സംഭരണമാണിത്. സഞ്ചിതം എന്ന വാക്കിന് അക്യുമുലേറ്റഡ്, ഗാതേർഡ്, സംഭരിച്ചു വെച്ചത് എന്നാണ് അർത്ഥം. അടുത്തത് പ്രാരബ്ധ കർമ്മം. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ. പ്രാരബ്ധം എന്ന വാക്കിന് ആരംഭിച്ചത്, ആൾറെഡി സ്റ്റാർട്ടഡ് എന്നാണ് അർത്ഥം. പ്രാരബ്ധം നിങ്ങളുടെ ജനന കാരണമാണ്. അടുത്തത് ആഗാമി കർമ്മം. ഇതിനെ ക്രിയമാന കർമ്മം എന്നും പറയാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പുതിയ കർമ്മങ്ങളാണിത്. നിങ്ങളുടെ പ്രാരബ്ധ ഫലങ്ങളോടുള്ള പ്രതികരണമാണ് നിങ്ങളുടെ ആഗാമി കർമ്മം. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി നോക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി ഓരോ കർമ്മത്തെ നോക്കുമ്പോഴും ഇത് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തേത് സഞ്ചിത കർമ്മം. സഞ്ചിത കർമ്മം എന്നാൽ നിങ്ങളുടെ അനേകായിരം അല്ലെങ്കിൽ എണ്ണമറ്റ ജന്മങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെട്ട കർമ്മ ഫലങ്ങളുടെ ശേഖരമാണ്. നമ്മൾ മുൻ വീഡിയോകളിൽ മനസ്സിലാക്കി. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന് 2 ഫലങ്ങളുണ്ട്. ഒന്ന് ദൃഷ്ടഫലം, മറ്റത് അദൃഷ്ടഫലം. പെട്ടെന്ന് ലഭിക്കുന്ന ഫലവും കുറെ താമസിച്ചു വരുന്ന കാണാൻ കഴിയാത്ത ഫലവും. ഇതിൽ ദൃഷ്ടഫലം നമ്മൾ അനുഭവിക്കുന്നതോടുകൂടി അത് ഇല്ലാതാകുന്നു. എന്നാൽ അദൃഷ്ടഫലം ഒരുപക്ഷെ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫലം അടുത്ത ജന്മത്തിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഈ അദൃഷ്ടഫലത്തെ പ്രധാനമായും 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് പുണ്യം, 2 പാപം. പ്രിയമുള്ളവരെ, പുണ്യകർമ്മം, പാപകർമ്മം എന്നതിനെ കുറിച്ച് വിശദമായ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ നല്ല ഫലങ്ങൾ, ചീത്ത ഫലങ്ങൾ എന്ന രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ പുണ്യഫലങ്ങളുടെയും പാപഫലങ്ങളുടെയും ശേഖരമാണ് നിങ്ങളുടെ സഞ്ചിത കർമ്മം. നിങ്ങൾക്കറിയാം, നമുക്ക് അനന്തമായ മുൻ ജന്മങ്ങളുണ്ട്. ഓരോ ജന്മങ്ങളിലെയും അദൃഷ്ട ഫലങ്ങളെല്ലാം സമാഹരിക്കപ്പെടുന്നു. കാലക്രമേണ അത് വലിയ ഒരു ശേഖരമായി മാറുന്നു, ഒരു വലിയ കാർമിക് വെയർഹൗസ്. അതാണ് സഞ്ചിത കർമ്മം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സഞ്ചിത കർമ്മമാണ് ഉള്ളത്. എന്റെ സഞ്ചിത കർമ്മപ്രകാരമാണ് എന്റെ ജീവിതം. അതുപോലെ നിങ്ങളുടെ സഞ്ചിത കർമ്മപ്രകാരമാണ് നിങ്ങളുടെ ജീവിതം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മനുഷ്യൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നതിന് ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ സഞ്ചിതവും വ്യത്യാസമാണ്. ചിലർ ഉയർന്ന സാഹചര്യങ്ങളിൽ ജനിക്കുമ്പോൾ ചിലർ താഴ്ന്ന സാഹചര്യങ്ങൾ ജനിക്കുന്നു. ഇത് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരുന്നു. നിങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റൊരു ജീവിതവുമായി കമ്പയർ ചെയ്യരുത്. കാരണം കർമ്മ നിയമപ്രകാരം നിങ്ങളുടെ സഞ്ചിതം അപൂർവമാണ്. നിങ്ങളുടെ സഞ്ചിതം സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ജീവിതം നിങ്ങളുടെ കർമ്മഫലമാണ്, നിങ്ങളുടെ സഞ്ചിത കർമ്മത്തിന്റെ ഫലമാണ്. ഇനി നമുക്ക് അടുത്ത കർമ്മത്തിലേക്ക് കടക്കാം. അതാണ് പ്രാരബ്ധ കർമ്മം. പ്രിയമുള്ളവരെ, ഇന്ന് മനസ്സിലാക്കുന്ന ഓരോ കർമ്മവും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രാരബ്ധ കർമ്മത്തെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഘടകമാണ് പ്രാരബ്ധ കർമ്മം. അപ്പോൾ
നമുക്ക് സഞ്ചിത കർമ്മമുണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത അദൃഷ്ട ഫലങ്ങളുടെ ശേഖരമാണ് സഞ്ചിത കർമ്മം. സഞ്ചിത കർമ്മം മുഴുവനും നമ്മൾ അനുഭവിച്ച് തീർക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 10,000 വർഷത്തെ സഞ്ചിതമുണ്ടെന്ന് വിചാരിക്കുക. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു ഉദാഹരണമാണ്. ഒരിക്കലും സഞ്ചിത കർമ്മം എത്രയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നമ്മൾക്ക് ലോജിക്കലായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം എടുക്കുന്നത്. അപ്പോൾ 10,000 വർഷമുള്ള ഒരു വ്യക്തിയുടെ സഞ്ചിതം, അദ്ദേഹത്തിന് അതിലെ കുറച്ച് ഭാഗമെടുത്ത് അദ്ദേഹം ജനിക്കുന്നു. അതാണ് പ്രാരബ്ധ കർമ്മം. അതായത് സഞ്ചിത കർമ്മത്തിലെ കുറച്ച് ഭാഗമെടുത്ത് നമ്മൾക്ക് ജന്മം ലഭിക്കുന്നു. ഏകദേശം ഒരു 75 വയസ്സാണെന്ന് സങ്കല്പിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ 10,000 വർഷമുള്ള സഞ്ചിതത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം 75 വർഷമുള്ള കർമ്മഫലങ്ങളുമായി നിങ്ങൾ ജനിക്കുന്നു. അതാണ് പ്രാരബ്ധ കർമ്മം. ഈ പ്രാരബ്ധ കർമ്മമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ലൈഫ് സ്പാൻ, അതായത് എത്ര കാലം ജീവിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത്. ജീവിതത്തിലെ മേജർ ആയിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രാരബ്ധ കർമ്മമാണ്. ഇനി ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രീതിക്കും ഒരു പ്രത്യേകത ഉണ്ട്. സഞ്ചിത കർമ്മം എന്നാൽ പുണ്യത്തിന്റെയും പാപത്തിന്റെയും കളക്ഷനാണ്. സഞ്ചിത കർമ്മത്തിൽ 2 തരം കർമ്മങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് അതിൽ നിന്ന് 50% പുണ്യവും 50% പാപവുമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജനനം ഭൂമിയിലായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ശതമാന കണക്കും ഒരു ഉദാഹരണം മാത്രമാണ്. കർമ്മനിയമം എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സഞ്ചിതത്തിൽ നിന്ന് 50-50, 50% പുണ്യം 50% പാപം എന്ന രീതിയിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഈശ്വരനും അതിന് പുറകിലൊരു മെക്കാനിസവും ഉണ്ട്. അത് നമുക്ക് വരും വീഡിയോകളിൽ വ്യക്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഒരു മനുഷ്യജന്മം ഈ ഭൂമിയിൽ ലഭിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ സഞ്ചിതത്തിൽ നിന്ന് 100% പുണ്യമാണ് സെലക്ട് ആവുന്നത് എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ ജന്മം ലഭിക്കുന്നു. അതായത് പുണ്യകർമ്മത്തിന്റെ ഫലം സുഖമാണ്. 100% സുഖം ലഭിക്കുന്ന ജീവിതം സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി സഞ്ചിത കർമ്മത്തിൽ നിന്ന് 100% പാപമാണ് സെലക്ട് ആവുന്നത് എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നരകത്തിലാണ് ജന്മം ലഭിക്കുന്നത്. കാരണം പാപകർമ്മത്തിന്റെ ഫലം ദുഃഖമാണ്. 100% ദുഃഖം ലഭിക്കുന്ന സ്ഥലമാണ് നരകം. എന്നാൽ ദുഃഖവും സുഖവും സമ്മിശ്രമായി ലഭിക്കുന്ന സ്ഥലമാണ് ഭൂമി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന ഈ ഉദാഹരണം ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ ലോജിക്കലായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഇതുപോലെയുള്ള ശതമാന കണക്കോ ഇത്രായിരം വർഷത്തെ സഞ്ചിതമോ ഇത്ര വർഷത്തെ പ്രാരബ്ധമോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ 75 എന്ന കണക്കെടുത്തതിന്റെ കാരണം ഇന്ത്യയിലെ മനുഷ്യന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 75 ഇയേഴ്സ് ആണ്. അതാണ് ഞാൻ എടുത്തിരിക്കുന്നതിന്റെ ബേസിക്. പക്ഷേ ഇത് ലോജിക്കലായി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം ആവശ്യമാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം സ്വർഗവും നരകവും ആത്യന്തികമല്ല, അത് ഒരു ചെറിയ കാലയളവാണ്. ആ കാലയളവ് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് വീണ്ടും ജനിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. നിങ്ങളുടെ ജീവിതകാലം നിങ്ങളുടെ പ്രാരബ്ധം തീരുമാനിക്കുന്നു. അപ്പോൾ കൊച്ചുകുട്ടികൾ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? അവരുടെ പ്രാരബ്ധ കർമ്മം കുറവാണ്. ഭൂമിയിലെ മനുഷ്യജീവൻ സുഖ ദുഃഖ സമ്മിശ്രമാണ്. നിങ്ങൾ മനുഷ്യ ജീവിതങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ. എത്ര വലിയ പണക്കാരനും ദുഃഖമുണ്ടാകും, എത്ര വലിയ പാവപ്പെട്ടവനും സുഖവും ഉണ്ടാകും. ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മാതാപിതാക്കൾ ലഭിച്ചു? എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫാമിലിയിൽ വന്ന് ജനിച്ചു? എന്തുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്നു? എല്ലാത്തിനും നിങ്ങളുടെ പ്രാരബ്ധ കർമ്മം മറുപടി നൽകുന്നു. ഇനി നമുക്ക് അടുത്ത കർമ്മം നോക്കാം. അതാണ് ആഗാമി കർമ്മം. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് ആഗാമി കർമ്മങ്ങൾ, അതായത് പുതിയ കർമ്മങ്ങൾ. അതിനെ ക്രിയമാന കർമ്മം എന്നും പറയുന്നു. നമുക്ക് നമ്മുടെ പഴയ ഉദാഹരണം ഒന്നും കൂടി നോക്കാം. നമ്മൾക്ക് എല്ലാവർക്കും സഞ്ചിത കർമ്മമുണ്ട്. പറഞ്ഞ പോലെ 10,000 വർഷത്തെ സഞ്ചിത കർമ്മം. അതിൽ നിന്ന് നമുക്ക് 75 വർഷമുള്ള ഒരു പ്രാരബ്ധ കർമ്മം ലഭിച്ചു. പ്രാരബ്ധ കർമ്മം കൊണ്ട് നമ്മൾ ജനിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഞ്ചിത കർമ്മവും പ്രാരബ്ധ കർമ്മവും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കർമ്മമാണ് ആഗാമി കർമ്മം, നമ്മുടെ ഫ്രീ വിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ശ്രദ്ധിക്കൂ, നമ്മൾ ആഗാമി കർമ്മങ്ങൾ ചെയ്യുന്നു, പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു.
പുതിയ കർമ്മം എന്തായാലും കർമ്മഫലത്തെ സൃഷ്ടിക്കും. അപ്പോൾ ആഗാമി സൃഷ്ടിക്കുന്ന അദൃഷ്ടഫലം തിരിച്ച് സഞ്ചിതത്തിലൂടെ ആഡ് ആവുന്നു, തിരിച്ച് വീണ്ടും സഞ്ചിതത്തിലേക്ക് പോകുന്നു. ഇനി ആഗാമി കർമ്മ സൃഷ്ടിക്കുന്ന ദൃഷ്ടഫലം പ്രാരാബ്ധത്തിൽ വന്ന് ഈ ജീവിതത്തിൽ തന്നെ നമ്മളത് അനുഭവിക്കുന്നു. ഈ ആഗാമി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. കാരണം നിങ്ങൾ പ്രാരാബ്ധ കർമ്മ ഫലം കൊണ്ട് ഒരു മോശമായ അവസ്ഥയിൽ ജനിച്ചാലും ആഗാമി കർമ്മം കൊണ്ട് നിങ്ങൾക്ക് ഉയരത്തിലെത്താം എന്ന് കർമ്മനിയമം പറയുന്നു. നമ്മൾ ആരും നിസ്സഹായരല്ല. നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ ഉയരാനുള്ള സാധ്യതയും കർമ്മനിയമം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ആഗാമി കർമ്മ എന്നത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കർമ്മമാണ്. അത് നമുക്ക് നല്ല കർമ്മം ചെയ്യാം, ചീത്ത കർമ്മം ചെയ്യാം, നമ്മളുടെ ചോയ്സ് ആണ്. ഇനി ഈ ജന്മത്തിലെ കർമ്മം അടുത്ത ജന്മത്തിലെ ഫലങ്ങളെയും സൃഷ്ടിക്കും. ഇനി നമുക്ക് ഈ 3 കർമ്മഫലങ്ങളും ശരീരത്രയവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഈ 3 കർമ്മങ്ങളുടെയും ശരീരത്രയം നമ്മൾ മുൻ വീഡിയോകളിൽ മനസ്സിലാക്കി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അതായത് ഫിസിക്കൽ ബോഡി, സട്ടിൽ ബോഡി, കോസൽ ബോഡി. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ സഞ്ചിത കർമ്മം എന്നത് നമ്മുടെ കാരണ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ജന്മം ലഭിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ കാരണ ശരീരം, അതായത് അതിലെ സഞ്ചിത കർമ്മമാണ്. ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ജന്മമെടുക്കുന്നത്. ഇനി സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ, നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണ പ്രകാരം നമുക്കൊരു ജീവിതം ലഭിക്കുന്നു. നമ്മൾ അതിൽ ആഗാമി കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ ജീവിതം ലഭിക്കാനാണ് നമുക്ക് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ലഭിക്കുന്നത്. അതായത് നമ്മുടെ സ്ഥൂല ശരീരവും, അതായത് ഫിസിക്കൽ ബോഡി, സട്ടിൽ ബോഡി, ബോഡി ആൻഡ് മൈൻഡ് നമുക്ക് കിട്ടുന്നത് ആഗാമി കർമ്മങ്ങൾ ചെയ്യാനും പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനുമാണ്. നിങ്ങൾ ചെയ്യുന്ന പുതിയ കർമ്മങ്ങൾ തിരിച്ച് വീണ്ടും സഞ്ചിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ 75 വർഷത്തെ കർമ്മഫലം അനുഭവിച്ചു എന്ന് സങ്കല്പിക്കൂ. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ സ്ഥൂല ശരീരം മരിക്കുന്നു, എന്നാൽ സൂക്ഷ്മ ശരീരം അടുത്ത സ്ഥൂല ശരീരത്തിലേക്ക് പോകുന്നു. അവിടെയും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങളിൽ പലതും സഞ്ചിത കർമ്മത്തിലേക്ക് ആഡ് ആവുന്നു, ചിലത് പ്രാരാബ്ധ കർമ്മത്തോടു കൂടെ അനുഭവിക്കുന്നു. ആ സമയവും കഴിഞ്ഞു. ചിലപ്പോൾ അടുത്ത ജന്മം നിങ്ങൾക്ക് 75 വർഷം എന്നായിരിക്കില്ല, ചിലപ്പോൾ 50 വർഷമായിരിക്കാം, ചിലപ്പോൾ 90 വർഷമായിരിക്കാം. ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ പ്രോസസ് ഇതുപോലെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് തുടർച്ചയായ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രം രൂപപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്ന അദൃഷ്ട ഫലങ്ങൾ സഞ്ചിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടാവുന്നു, അതിനടുത്ത ജന്മം ഉണ്ടാവുന്നു, പുതിയ ജന്മം ലഭിക്കുന്നു, പ്രാരാബ്ധം കിട്ടുന്നു. ഇതേ പ്രോസസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ജന്മജന്മാന്തരങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ജനന മരണ ചക്രം, അല്ലെങ്കിൽ സംസാര ചക്രം, അല്ലെങ്കിൽ കർമ്മ ചക്രം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യാം. സഞ്ചിതം എന്നാൽ സമാഹരിക്കപ്പെട്ട അദൃഷ്ട ഫലങ്ങളുടെ ശേഖരമാണെന്ന് മനസ്സിലാക്കി. പ്രാരാബ്ധം എന്നാൽ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സഞ്ചിത കർമ്മത്തിന്റെ ചെറിയൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കി. ആഗാമി എന്നാൽ ഈ പുതിയ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്ന പുതിയ കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗാമി എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കർമ്മമാണ്, പ്രാരാബ്ധം എന്നത് കർമ്മ ഫലമാണ്. ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മോക്ഷം എന്നാൽ പുനർജന്മത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങളുടെ സഞ്ചിത കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീരണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, അത് ശരിക്കും സാധ്യമാണോ? കാരണം നിങ്ങൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന ആഗാമി കർമ്മഫലം സഞ്ചിതത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കൂ, നിങ്ങളുടെ സഞ്ചിതം കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഓരോ ജന്മത്തിലും ചെയ്യുന്ന അദൃഷ്ടഫലം സഞ്ചിതത്തിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സഞ്ചിതം മുഴുവൻ അനുഭവിച്ച് മോക്ഷം നേടുക സാധ്യമാണോ? അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ മോക്ഷം നേടും? എങ്ങനെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കണം. കഴിഞ്ഞ വീഡിയോയിൽ കർമ്മത്തിന്റെ ഒരു ബന്ധനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. കർമ്മം ചെയ്യാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോയിൽ സഞ്ചിത കർമ്മങ്ങളുടെ സംഭരണം, അതായത് അക്യുമുലേഷൻ, മറ്റൊരു കർമ്മബന്ധമാണെന്ന് മനസ്സിലാക്കി.
ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കുക നമ്മൾക്ക് അസാധ്യമായി തോന്നും. എന്നാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനായി മോക്ഷം നേടാനുള്ള മാർഗം നൽകിയിട്ടുണ്ട്. വേദാന്തത്തിന്റെ ലക്ഷ്യം തന്നെ നിങ്ങളുടെ മോക്ഷമാണ്. ഭഗവത്ഗീതയുടെ പ്രധാന വിഷയം തന്നെ കർമ്മബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ദയവായി വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നാം കർമ്മത്തിന്റെ മറഞ്ഞിരിക്കുന്ന യാത്ര മനസ്സിലാക്കി. നമ്മളുടെ ജനന മരണ രഹസ്യം മനസ്സിലാക്കി. ഒരു കർമ്മം എന്നത് പ്രവൃത്തി കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല. അത് പല രൂപത്തിൽ തുടരുന്നു. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. ഇത് ഒരു കർമ്മ ചക്രമാണ്. സംസാരവും പുനർജന്മവും നിലനിർത്തുന്ന ഒരു ചക്രം. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും തരുന്നു. കർമ്മയോഗത്തിലൂടെ കർമ്മബന്ധം കുറയ്ക്കാനും ആത്മജ്ഞാനത്തിലൂടെ സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടാനും സഹായിക്കുന്നു. അതാണ് മോക്ഷം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.